മാസപ്പടി കേസിലെ ഇ.ഡി. റെയ്ഡിൽ CPM ഗുണ്ടകൾ ഇ.ഡി. ഉദ്യോഗസ്ഥർക്കെതിരെ നടത്തിയ ആക്രമണം വലിയ നാണക്കേടെന്ന് BJP ദേശീയ നേതൃത്വം. ഇ.ഡി. അഴിമതി കേസിലെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് റെയ്ഡ് നടത്തിയത്. കേരള ഹൈക്കോടതി മാസപ്പടി കേസിൽ അന്വേഷണം തടയണമെന്ന ഹർജി തള്ളിയതാണ് എന്നും BJP ദേശീയ വക്താവ് ഷാസിയ ഇൽമി ജനം ടിവിയോട് പറഞ്ഞു. CMRL എന്തിന് മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം നൽകി? CMRLന് എന്ത് സേവനമാണ് മുഖ്യമന്ത്രിയുടെ മകൾ നൽകിയത് എന്നതിൽ വ്യക്തത വരണം. ഇ.ഡി. അന്വേഷണത്തിന്റെ ഭാഗമായി നടത്തിയ റെയ്ഡ് കേരള ഹൈക്കോടതി ഇ.ഡി. അന്വേഷണം തടയണമെന്ന ഹർജി തള്ളിയതിന് പിന്നാലെയാണെന്നും ഷാസിയ ഇൽമി ചൂണ്ടിക്കാട്ടി. ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായ ആക്രമണം വലിയ നാണക്കേടാണ് എന്നും അവർ പറഞ്ഞു. It's a matter of great shame that when the ED officers, after getting a go-ahead from Kerala High Court, when they went to the premises and raided 12 locations, they were dealt with a heavy hand. They were thrown out, and they tried to act physical, and there was a physical brawl that took place just in order to throw out the central agency and the officers who were there for very legitimate reasons, for very legit reasons, in order to conduct the investigation, which has been a matter pending for a very long time. അഴിമതിയിലാണ് അന്വേഷണം നടക്കുന്നത്. സ്വർണ്ണക്കടത്ത് അടക്കം നിരവധി അഴിമതികൾ പിണറായി വിജയന്റെ ഭരണകാലത്ത് നടന്നതായും അവർ കൂട്ടിച്ചേർത്തു. CMRL പോലുള്ള കമ്പനി എന്തിന് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇത്രയും തുക നൽകി എന്നതിൽ വ്യക്തത വന്നേ മതിയാകൂ എന്നും ഷാസിയ ഇൽമി പറഞ്ഞു. അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ആയുധമാക്കുന്നെന്ന CPM ആരോപണം ഷാസിയ ഇൽമി തള്ളിക്കളഞ്ഞു. എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള കേസിൽ ഇ.ഡിയുടെ അന്വേഷണവും നടപടികളും സമൻസും സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRLും കമ്പനി ഉദ്യോഗസ്ഥരും നൽകിയ ഹർജി കേരള ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് ഇ.ഡി. റെയ്ഡ് നടത്തിയത്. ജനം, ഡൽഹി.